ഇപ്പോൾ എണീച്ചതേ ഉള്ളൂ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ പോയിരിക്കട്ടെ ഒരു മിനിറ്റ്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ ഇപ്പോഴത്തേക്ക് ഒരു വീടില്ല. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു പുതിയൊരു വീട് വാങ്ങിക്കാൻ പോവാം. ഞാൻ എവിടത്തെയാണെന്ന് കാണിച്ചാലോ. അത് ഇനിയുള്ള വീഡിയോസിൽ ആ വീട് വരും കേട്ടോ. ആ വീടെന്ന് വെച്ചാൽ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഇതാണ് വീട്. ഇവിടെ നമ്മൾ വാങ്ങിക്കാൻ പോയതിന്. സോ അപ്പോൾ ഇതിൽ ഞാൻ ഇതാക്കിക്കൊണ്ടിരുന്നത്. ഇതാരോ വന്ന് ചാമ്പ്യൻ റിപ്പയർ ചെയ്യാൻ മറന്നുപോയി. ചില്ലും പൊട്ടിച്ച് ആരോ കല്ല് എറിഞ്ഞിട്ടല്ല, കല്ലല്ല മറ്റായിട്ട് എറിഞ്ഞിട്ട് അത് ചെറിയൊരു ഗണ്ണ് ഉണ്ടില്ല, മറ്റേ പള്ളിപ്പെരുന്നാളൊക്കെ കിട്ടുന്നില്ല, ചെറിയൊരു എന്താ പിസ്റ്റൽ പോലത്തെ ഐറ്റം, ചെറിയ മഞ്ഞ ബോളൊക്കെ കിട്ടുന്ന ആ ഗണ്ണും കൊണ്ട് ഏതൊക്കെയോ ഇടുക വെച്ചാൽ ചില്ല് പൊട്ടാത്തോണ്ട് ഏതോ ചെറുതായിട്ടൊന്ന് കൊട്ടിയതാ, മൊത്തത്തിൽ പൊട്ടിപ്പോയി. എല്ലാ വിൻഡോയിലും ഒന്ന് കൊട്ടി അവൻ. അപ്പളാ പൊട്ടിയ. എൻജിനല്ലല്ലോ ഇത്, ഇവിടെ എൻജിനാണ്. എൻട്രോളൊക്കെ എൻജിൻ ഓർഡർ, എൻജിൻ തന്നെയാണോ അത്? നോക്കട്ടെ. അത് എൻജിൻ തന്നെയാണ്. ഒറ്റ ഇവിടെ കൊടിയാ അത്. കൊടി വിരിച്ചിട്ടിട്ട് ഒരു കസേര എടുത്തോണ്ട് വന്നിട്ട് ഇവിടെ ഇരിക്കും. ക്യാമ്പിങ്ങിനൊക്കെ പോകുമ്പോൾ ഡോറ് തുറന്നിട്ടിട്ട് ഏതെങ്കിലും ഒരുത്ത വന്ന് പെട്ടെന്ന് ചാടിക്കയറാൻ പോയി. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കട്ടെ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം നമുക്ക് വണ്ടി എടുക്കാൻ പോകാം. വണ്ടി അല്ലല്ലോ, വീട്. ഇപ്പോൾ നമ്മൾ വണ്ടി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് വീട് എടുക്കാൻ പോകുന്നതിനുള്ള കംപ്ലീറ്റ് ഐറ്റം പറഞ്ഞത്. പിന്നെ ഇവനെ ഒന്ന് റിപ്പയർ ചെയ്യണമല്ലോ. ബമ്പർ കൂട്ടി ചില്ലും സെറ്റപ്പ് ആക്കണം. സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയത്തില്ല, പക്ഷേ നല്ല സൗണ്ടാണ്. V8 പോലെ ഇരിപ്പുണ്ട് ഈ സൗണ്ട്. ഞാൻ എപ്പോഴും വണ്ടി ടോപ്പിലാണ് ഇടാറ്. കാരണം നൈറ്റ് മൊത്തം കൂടുതൽ ചെയ്യണേ. ടോപ്പിൽ വണ്ടി ഇട്ടാരും കാണത്തില്ല. കാരണം അത്ര ആൾക്കാരൊന്നും ടോപ്പിൽ വരാറില്ല. കാരണം ഇവിടെ അത്ര ക്രൗഡഡ് ഏരിയ ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ടോപ്പിലാണെങ്കിൽ ഇച്ചിരി ഷെയ്ഡൊക്കെ ഉണ്ട്. ഇതുണ്ടോ, ഇതാ പറഞ്ഞത് അത്ര ക്രൗഡഡ് ഏരിയ ഒന്നുമില്ലെന്ന്. ആൾക്കാർ കുറവാണ് ഇവിടെ. വണ്ടി പിന്നെ ഇടിച്ചു ഇവിടെ. ഏത് ഇടിച്ചോ ചില്ല് ഉണ്ട്. ഒരു സൈഡ് കറുപ്പ്, ഒരു സൈഡ് ഇങ്ങനെ അറിയത്തില്ല. ഇതിലാട്ടെ ചില്ലുണ്ടല്ലോ. രണ്ടെണ്ണത്തിൽ കാണാൻ പറ്റില്ല അല്ലേ? അതൊക്കെ പറ്റും, ഇപ്പോൾ കുഴപ്പമില്ല. ഇവിടെ സ്റ്റാർബക്സിൽ നിന്ന് ഒരു കാപ്പി എടുത്തിട്ട് നെക്സ്റ്റ് എന്തെങ്കിലും ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വാങ്ങിച്ചിട്ട് ചാമ്പാം. ഒരഞ്ഞ് ചെറിയ കോഫി പ്ലീസ്. അടിപൊളി. ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല ചേച്ചി, ഞാൻ തന്നാൽ മതി കേട്ടോ. ഞാൻ റിവേഴ്സ് പിടിച്ചോടാം. ചേട്ടാ ഒന്ന് ബേക്കോട്ട് മാറ്റി കയറി. കാര്യമില്ല പറഞ്ഞ. സ്റ്റാർബക്സിൻ്റെ മെർമെയ്ഡിനെ മാറ്റിയിട്ട് ഇവനെ ആക്കി. ബുക്കിനെ ചൂട് ഇങ്ങോട്ട് ആക്കിച്ചത്. ബാക്ക് അടിക്കും നോക്കണം. സെൻസർ ഉണ്ടല്ലോ നമുക്ക്. സെൻസർ ഓർഡർ വർക്കാവുന്നില്ല നമുക്ക്. ഇവിടെ ഇത് കാണിക്കണേ. ഇവിടെ
അവിടെ കാണാം. ഇറങ്ങ. ഇവിടെ എല്ലാം ഉണ്ട്. കുക്ക് ചെയ്യാനായിട്ടുണ്ട്. എന്തായിരുന്നു എൻ്റെ ഓർഡർ വേണ്ടേ? ഉള്ളിൽ പോയി പറഞ്ഞിട്ട് തരാം. ചേച്ചി ഒരു പാൽച്ചായ. പാൽച്ചായ മതി. സെറ്റ്. നമ്മൾ എടുത്തോണ്ട് വണ്ടി എടുക്കുവാണ്. വണ്ടിക്കറി അപ്പുറത്താണല്ലോ ഇത്. നെക്സ്റ്റ് നമ്മൾ വണ്ടി റിപ്പയർ ചെയ്യാൻ കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ മറ്റേ ഒരു ഫുഡ് അടിക്കാം. മറോ ണ്ടത് ഇപ്പോൾ ഡ്രിഫ്റ്റ് മോഡിലിടട്ടെ. തട്ടല്ലേ 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 മുട്ടല്ലേ. കേക്കി മറ്റൂസ് ഇതൊന്ന് സെറ്റപ്പാക്കി തരണേ. ബമ്പറും ചില്ലും സെറ്റപ്പാക്കണം. അത്രേ ഉള്ളൂ. ഞാൻ അപ്പോഴത്തേക്ക് ഫുഡ് എടുത്തിട്ട് വരാം. ഒന്ന് ചാവി ഇറങ്ങട്ടെ. അപ്പോൾ ഈ വണ്ടിയിൽ നമ്മൾ ചായ എടുത്തിട്ടുണ്ട്. സെറ്റപ്പാക്കിയിട്ട് നമ്മൾ ഫുഡ് അടിച്ച് കഴിയുമ്പോഴത്തേക്കും ഫിനിഷ് ആവുമെന്ന് പറയണേ. ഓക്കെ, ചെന്ന് നോക്കാം. ചാടി ചാടി പോവാം. ഒന്നാണ് ഇവിടെ പെട്രോൾ പമ്പ്. ഫുഡ് അടിച്ചിട്ട് വണ്ടി റെഡിയാക്കി കഴിഞ്ഞിട്ട് വിളിക്കാം. ഓക്കെ, വണ്ടി അവിടെ നല്ല ഉഷാറായി കഴിച്ചു. പക്ഷെ വണ്ടി കാണാനില്ലല്ലോ. വിളിച്ചായിരുന്നു നേരത്തെ, മറന്നു. ബാക്കിൽ കൊണ്ടിട്ടെന്ന് പറഞ്ഞു. ബാക്കിൽ പോയി വണ്ടി എടുത്തിട്ട് വരാം. ഇനി നമ്മുടെ വീട്ടിലെത്തിയിട്ട് കാണിച്ചു തരാം. എന്നുവെച്ചാൽ വാങ്ങിക്കാൻ പോണ വീട്ടിൽ. വണ്ടീനൊക്കെ സെറ്റപ്പ് നല്ല കൂട്ടപ്പനാക്കിയിട്ടുണ്ട്. നമ്മൾ വീട്ടിലെത്തി കണ്ടാണ് ചേട്ടാ. സോ നമ്മുടെ വീടുള്ള ഏരിയയിലെത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് വീടൊന്നും കാണാൻ പോവാം. എനിക്ക് തോന്നുന്നു മച്ചമ്പി 5 ലക്ഷത്തിനെങ്ങാണ്ടാണ് വിൽക്കുന്നതെന്ന്. എനിക്ക് ഓർമ്മയില്ല. 5 ലക്ഷമായിരുന്നു എന്നാണ് തോന്നണേ. നമ്മുടെ അക്കൗണ്ട് ഫുള്ള് പൈസ ആയിരുന്നു. എത്രയായിരുന്നു? ഇതുകൊണ്ട് അവിടെ വീടുണ്ട്. ഈ വീടല്ല, ഇവിടുന്ന് ഈ ബ്ലോക്കിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ച ഇടത്തോട്ടല്ലല്ലോ, വലത്തോട്ടാണ്. വലത്തോട്ട് തിരിച്ചു കഴിയുമ്പോൾ തോണ്ട് വരുന്ന വീട്. എന്താണ് മച്ചമ്പി, നമ്മളെത്തിയിട്ടുണ്ട്. ഓക്കെ, ഷെഡിനുള്ളിൽ കിട്ടുന്നില്ല. ഇവിടെ ആരുമില്ല. പക്ഷെ ഇവിടെ ഒരു ഇതുണ്ട്. 5 ലക്ഷം തന്നെ. ഓക്കെ, 5 ലക്ഷം സ്വാഹ. ഓക്കെ, സെറ്റ്. അപ്പോൾ നമുക്ക് വണ്ടി ഉള്ളിലിടാൻ പറ്റൂല. കാരണം ഹൈറ്റ് നിങ്ങൾ കണ്ടില്ലേ, ടച്ചാവോടെ മുകളിൽ. എന്തായാലും വീടൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. നമ്മുടെ ചുമ്മാ ചില്ലിങ് ഏരിയ. ഗാരാജിൻ്റെ ഡോറ്. എൻ്റെ പഴയ അക്കൗണ്ടിൽ ഇതേപോലത്തെ വീട് കേട്ടിട്ടുണ്ട്. GTRൻ്റെ മറ്റേ വീട്. ഇത് നമ്മുടെ ലിവിങ് റൂം, TV ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ കിച്ചൺ, ഇവിടെ പിന്നെ ചില്ലിങ് ഏരിയ, ബീൻ ബാഗ്, ഇവിടെ ടേബിള്, ചുമ്മാ
ഇത് ഡിന്നർ ടേബിള്. നെക്സ്റ്റ് ഫ്ലോറോട്ട് ഇങ്ങനെ ആയിരുന്നു. ഇവിടെ കക്കൂസാണ്. ബാത്റൂം. ഇവന്മാരെന്താ അടിച്ചിട്ട്. നമ്മുടെ വാഷിംഗ് മെഷീൻ. ഇത് ഡ്രയർ. അതല്ല ഡ്രയർ. ഇതെന്താണെന്ന് എനിക്കറിയത്തില്ല. വാട്ടർ ഹീറ്റർ ആയിരിക്കും, എനിക്കറിയത്തില്ല. സിങ്ക് അതുകൊണ്ടിത്. ബാത്ത് ടബ്. ഷവറില്ലേ അതോ കക്കൂസ് ഷവറില്ലാത്ത ഇതായല്ലോടെ. ലൈറ്റ് സ്വിച്ച് അറിയുന്നില്ല, കണ്ടില്ലെങ്കിൽ കണ്ടോടി. ലൈറ്റ് സ്വിച്ച്. നെക്സ്റ്റ് ഫ്ലോറിലോട്ട് പോകണമെങ്കിൽ അങ്ങോട്ടാണ്. കുറേ ചെടി ഉണ്ട് ഇവിടെ. നെക്സ്റ്റ് ഫ്ലോറിൽ ആദ്യം തന്നെ ചെല്ലുമ്പോൾ നമുക്ക് കാണുന്നത് ഇവിടെ ബെഡ്റൂം. ഇവിടെ ചെറിയൊരു ഐറ്റം എന്താണെന്ന് അറിയത്തില്ല. പിന്നെ AC. പിന്നെ ഒരു ചെറിയ ചെയർ. ഇതൊരു ചെറിയ ചെയറാണ്. ഊഞ്ഞാലാണെന്ന് പോലത്തെ ചെയർ. ഇതെന്തോന്നാ? ഇത് ലാമ്പ്. പിന്നത് ബസ്സിൽ പോവാം. ഇതെന്താ ആർക്കറിയാം, ചിക്കൻ വല്ലായിരിക്കും. ഇതെന്ത് തേങ്ങ? എയർ ഫ്രഷ്നർ. എയർ ഫ്രഷ്നർ. പിന്നെ നെക്സ്റ്റ് പിന്നെ കണ്ട മക്കളാ ഇപ്പോൾ താഴ്പഴയുടെ നമ്മുടെ ബാൽക്കണി കഴിഞ്ഞിട്ട് തുറക്കട ഗാഡി. ബാൽക്കണി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോയാൽ പക്ഷെ ഒരു ഡോർ ഓർക്കുമ്പോൾ ഒരെണ്ണം അടയ്ക്കുമോ? തുറക്ക അയ്യോ സോറി. താനാണെങ്കിൽ താൻ തുറക്കുമോ? തുറക്കണേ. എന്ത് ബഗ്ഗാണോ? എന്തായാലും ഒരു ഡോറ്. ഇവിടെയാണ് ഞാൻ CPM വീഡിയോസ് ഇനി റെക്കോർഡ് ചെയ്യാൻ പോണേ. എൻ്റെ ചായക്കപ്പ്. ഗെയിമിംഗ് കൺട്രോളർ. 2 വലിയ സ്പീക്കർ. പിന്നെ 2 ഹെഡ്ഫോൺസ്. ഇവിടെ ഒരു ഐഫോണോ. എൻ്റെ കയ്യിൽ 49 മില്യൺ ഉണ്ട്. എല്ലാ ലാംഗ്വേജും വാങ്ങിച്ച് വെച്ചിട്ട് ബോഡി കിറ്റ് ഇടാൻ പറ്റുമോ നോക്കട്ടെ. ഗെയിമിംഗ് കൺട്രോളറിൻ്റെ 2 സ്പീക്കറുണ്ട് ഇവിടെ. പിന്നെ ഒരു കൺട്രോളറുണ്ട് അവിടെ. പിന്നെ ഒരു ചെയറ്. പിന്നെ എന്താ AC ആയിരിക്കും. ഇവിടെ ചുമ്മാ ഇത് റെക്കോർഡിങ്ങിൻ്റെ ഏരിയ. പിന്നെ ബാത്റൂം. തുറക്കട ഡോറ്. തുറക്കടവ്. പൂച്ചത്തി. ഡ്രോൺ എടുക്കാം. ഇപ്പം ഞാൻ വീഡിയോ ഓഫ് ചെയ്ത് തന്നെ. നടക്ക ഡ്രോണേ ഉള്ളിലോട്ട്. നടക്കടവ്. എന്ത് കഷ്ടമാണ് നോക്കി. ഡ്രോണിൻ്റെ ഒരു സൗണ്ട് ഇല്ലല്ലോ. പണ്ട കോപ്പ്. ഇപ്പോൾ തുറന്നു. ഇത് നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ ഞാൻ പിന്നെ പറയാം. എൻ്റെ ജീപ്പ് കൊടുത്തിട്ട് റേഞ്ച് റോവർ വായിച്ചില്ലേ, അത് ഇനി എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ ജീപ്പ് മാത്രം ഇല്ലായിരുന്നു. എന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പോൾ കിട്ടി, വാങ്ങിച്ചിട്ടാ അടങ്ങി. അപ്പോൾ അത് എൻ്റെ ലൈറ്റ്നിങ് മെക്വീൻ്റെ ട്രക്ക് ഉണ്ടായിരുന്നു. മാക്കെന്ന് അവൻ്റെ പേര്. മാക്കിന് 50 മില്യൺ കൊടുത്തു. എൻ്റെ കയ്യിൽ ഓൾറെഡി 49 മില്യൺ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ചുമ്മാ തമാശയ്ക്ക് 50 മില്യൺ കൊടുത്താ. എന്ത് ചാടാന്ന് അറിയത്തില്ല. പെട്ടെന്നങ്ങ് ചാമ്പിയവൻ. എന്നിട്ട് പിന്നെ റീസെറ്റ് റീജോയിൻ അങ്ങനെ ചെയ്ത് അവസാനം പറഞ്ഞു ഡിഫറൻഡർ തന്ന ജീപ്പിന് തരാന്ന്. എൻ്റെ കയ്യിലാണെങ്കിൽ ഡിഫറൻഡർ ഉണ്ട്. ഇവിടെ ലിയോ ബ്രോ തന്നാണ് അന്ന്. TGM ലിയോ. അതുപോലെ എനിക്ക് ഇനി ഓർമ്മയുണ്ട്. ഓർമ്മയില്ലാണ്ടിരിക്കണം എങ്ങനെ. ഒരു BMW ഫ്രീ ആയിട്ട് തന്ന. ഓർമ്മയില്ലാണ്ടിരിക്കുക ബോയ്സ്. അയ്യോ ഇത് കൂട്ടിയിട്ടല്ലേ. അടക്കേ ഇതെന്ത് 3rd ഫ്ലോറോ? കുറേ നാളെ വീട് കണ്ടിട്ട് അതുകൊണ്ടാണ്.
അക്കൗണ്ട് പോയത് എപ്പോഴാണ്? ഡിസംബർ 26 കണ്ട. ഇവിടെ എൻ്റെ ഉണ്ടല്ലോ വണ്ടീൻ്റെ അടുത്തോട്ട് ഫോട്ടോയെ. ഓക്കെ, എൻ്റെ ജീപ്പ് എടുത്തോണ്ട് ഇവിടെ കൊണ്ടുവരില്ല, അല്ലെങ്കിൽ ജീപ്പ് വേണ്ട, ജീപ്പിനെടുക്കാം. അല്ല, എൻ്റെ ഫേവറേറ്റ് കാർ എന്ന് വെച്ചാൽ M5 ആണ്. അവനെ തന്നെ എടുത്തോണ്ട് വരും. അപ്പോൾ ഇപ്പോൾ നമ്മൾ M5 എടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് M5 എടുത്തോണ്ട് വീട്ടിൽ കൊണ്ടുപോകാം. ഇവനാണെങ്കിൽ പഴക്കം കേട്ടോ കടന്ന്. ഞാൻ ഓൾറെഡി 200 പിന്നെ 350 കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. എല്ലാ ദിവസവും ഞാൻ വണ്ടി മാറ്റി എടുക്കുക. എന്തെങ്കിലും നൈസ് എമൗണ്ട് വണ്ടി ഉണ്ടല്ലോ. നെക്സ്റ്റ് ഞാൻ എപ്പോഴേലും ടൈം കിട്ടുവാണെങ്കിൽ കാർ കളക്ഷൻ വീഡിയോ ഇടും. M5 ഒരേ ഒരു കുഴപ്പം ഇതാണ്, തെന്നിപ്പോയ മരത്തിൽ പോയി കിടക്കും. ഉദ്ദേശിച്ചത് തെന്നിയാൽ മരത്തിൽ പോയി ചാമ്പും. എന്താ നമ്പർ മൊത്തം പോയി റോസ് അടിച്ചിട്ട് കിടപ്പത്തിട്ട്. ക്ലാസിക് ഇന്ത്യൻ റിവേഴ്സിംഗ് ടൈപ്പ്. ഇന്ത്യക്കാർ മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ ഈ ഐറ്റം. പിന്നെ അവിടെ ഇടിച്ച് അപ്പുറത്ത് നോക്കണം, ബേക്കിലോട്ട് നോക്കണം. സെറ്റ്. റിയൽ വീൽ ഡ്രൈവ് അല്ലല്ലോ, ഓൾ വീൽ ഡ്രൈവ് ആണല്ലോ. ഇട്ടിട്ട് കണ്ടില്ലേ എൻ്റെ പവർ? ഓൾ വീൽ ഡ്രൈവിലിട്ടിട്ട് എന്ത് തേങ്ങ പറ്റിയാലും വണ്ടി ഇപ്പോൾ കടന്നു പറക്കും. ഇവിടെ ഇത്തിരി സ്ലോ ആയിട്ട് ഓടിക്കും. ഞാൻ എപ്പോഴും പുതിയ വണ്ടി വാങ്ങിക്കാൻ നോക്കുക, പക്ഷെ ആരും നല്ല വണ്ടി വിൽക്കത്തില്ല. അറിയാമല്ലോ, M4 ഉണ്ട്, M5 ഉണ്ട്, M3 ഉണ്ട്, M3 ടൂറിങ് ഉണ്ട്. ഗെയിമിലുള്ള M3 ടൂറിങ് ആയതുകൊണ്ട് മാത്രം എടുത്തു. അല്ല, എന്തായാലും BMW എല്ലാ വണ്ടിയും നല്ല ലുക്കുള്ളതാണ്. നെക്സ്റ്റ് പ്ലാന് X7 ചാമ്പാനും പിന്നെ ഡിഫൻഡർ പിന്നെ എടുക്കാനും. രാവിലെ വണ്ടി നടിച്ചിട്ട് ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല ബോയ്സ്, നല്ല ക്ഷീണമുണ്ട്. ഗരാജിൽ നിന്ന് ഇങ്ങോട്ടല്ല, ഗരാജിൽ നിന്നല്ലല്ലോ, മറ്റേ എവിടുന്ന് മറ്റേ ആ ഷോപ്പിൻ്റെ അവിടെ നിന്ന് ഇവിടം വരെ ഒട്ടിക്കണം. എന്ത് ഇതാ, അമ്പതിൻ്റെ താഴെ ഓടിക്കാൻ പാടുള്ളൂ നമ്മൾ. 50 വേണമെങ്കിൽ പോവാം.
ഇട്ട് കറക്കിയാലോ? കറക്കി വെക്കാം. പിന്നെ കിടക്കണേ ഹെയർ ഹോളുണ്ട്. ഇവിടെ ഇട്ട് കറക്കാൻ പോവാൻ ഞാൻ. കറങ്ങില്ലെന്ന് അറിയത്തില്ല, അത്രയൊന്നും കറങ്ങിയില്ല. സൗണ്ട് ഭയങ്കര ഇതാണ്. മുടി എപ്പോഴും സ്ക്രീനെ വീഴുക. ജസ്റ്റ് മുടി വെട്ടിയതേ ഉള്ളൂ, അതുകൊണ്ട് പിന്നെ എയർഫോളായി തുടങ്ങി. തെന്നട കിടന്ന് M5 മാനങ്ങളേ ഉള്ളു കേട്ടോ. എവിടെ പോയി കഴുകുകയാവും? സിറ്റി വണ്ടിയിൽ തന്നെ പോകണം. നമ്മുടെ അടുത്തൊന്നും കാർ വാഷില്ല. അടുത്തുള്ളതാണെങ്കിൽ ഇച്ചിരി ദൂരമുണ്ട്. മറ്റേ ട്രോപ്പിക്കലില്ല. എൻ്റെ ഒരു എൽക്കാറ്റ് ഉണ്ട്, ഒരു ചാർജറുണ്ട്, ഡീമനും ഉണ്ട്, ഒരു എൽക്കാറ്റും ഉണ്ട്. രണ്ടെണ്ണത്തിന് SRT പിന്നെ ഡീമൻ ലോഗോയും ഉണ്ട്. ചാർജറിന് ഡീമൻ ലോഗോ, ചാലഞ്ചറിന് SRTൻ്റെ ഇത്. സെറ്റ് കിടന്ന് കറക്കാൻ എന്തെല്ലാം സുഖം. ഇതാണെങ്കിൽ അത്ര സ്പീഡിൽ പറക്കത്തേ ഇല്ല. കാരണമില്ല, നല്ല മഞ്ഞുണ്ട് ഇവിടെ. ഒന്ന് നല്ല മഞ്ഞുണ്ട്, രണ്ട് ടു മച്ച് പവർ ഫോർ BMW. ഇങ്ങനെ തിരിച്ചോണ്ട് ടയറൊക്കെ കൊണ്ടിട്ടാണ് ഓണടിച്ചിട്ട് സ്റ്റിയറിംഗും തിരിച്ചില്ല. പോലീസ് ആട്ടൊക്കെയാണ്. കേൾക്കുന്നുണ്ടോ? ഒരു മറ്റേ സ്പീക്കർ ഓൺ ചെയ്യട്ടെ ഇവിടുത്തെ. ഇപ്പം കേൾക്കുന്നുണ്ടാവും. എൻ്റെ BMW ഇത് ശരിക്കും പെയിൻ്റ് അല്ല, ധരിപ്പിച്ചോണം, സ്റ്റിക്കറാണ്. എന്താണെന്ന് വെച്ചാൽ സ്റ്റിക്കറൊക്കെ ഊരി കാണിക്കണം. നമ്മൾ സ്റ്റിക്കർ ഊരാൻ പോവാണ് ഇപ്പോൾ. അതാണ്ട് ഊരുന്നില്ല, ഇങ്ങനെ വെച്ചേക്ക്. ഇവിടെ ഞാൻ എന്തോ ചെയ്യാൻ പോകുന്ന എനിക്കെന്നെ മനസ്സിലായില്ല. ഇതാണ് ഞാൻ വിചാരിച്ചത്, എന്തോ പോലീസിൻ്റെ സൈറ്റാണ്, അതുകൊണ്ട് ഞാൻ കോൾ 100 KL പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്. വണ്ടി KL-ആണല്ലോ, KL 578258 ഇന്ത്യൻ M5. ഇതിനകത്ത് എഡിറ്റ് ഉണ്ടായിരുന്നു. ഇവനും പിന്നെ ഇവന്മാർ രണ്ടുപേരും വെച്ചിട്ട് എഡിറ്റ് ഉണ്ടായിരുന്നു. സെറ്റായിട്ട് രണ്ടെണ്ണം. അതൊക്കെ ഒരു സ്റ്റിക്കർ പിടിച്ച് തിരിച്ചിടാം. ശ്രമിക്കും. ഇല്ല, കാരണം ഇത്ര ഇങ്ങനെ ആക്കാൻ പാടില്ല. പിന്നെ ബ്ലാക്ക് ആക്കണം, പിന്നെ വൈറ്റ് ആക്കണം, കുറച്ചൊക്കെ ബ്ലാക്ക് ആക്കിയിട്ട് എന്നിട്ട്
ഇതിൻ്റെ അല്ല ഇതിൻ്റെ ലൈസൻസ് ഒത്തു പറഞ്ഞാൽ ഓക്കെ. ആ ഏത് കളറായി വണ്ടി? കളറൊക്കെ സെറ്റപ്പ് തന്നെ. തുറക്കട്ടെ. സെറ്റപ്പ് ഐറ്റം ഫുൾ ഡാർക്ക്നെസ് ഇട്ടിട്ട് പുറത്തൊക്കെ പറഞ്ഞിട്ട് വണ്ടി കിട്ടിയപ്പോൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഫുള്ള് പ്ലെയിൻ വെള്ള. BMW സ്റ്റിക്കർ ഓഫ്കോഴ്സ് ഉണ്ട്. പിന്നെ M5 ഉണ്ട്. പിന്നെ മൊത്തത്തിൽ പോലീസിൻ്റെ ആയിട്ടുണ്ടായിരുന്നു. തുറക്കുമ്പോൾ എങ്ങനെയുണ്ട് കളറ്? ആ ഓക്കെ. ഹെഡ്ലൈറ്റ് ഒന്ന് പഠിക്കട്ടെ. ബൾബാണ്. ഓക്കെ സെറ്റ് പഠിച്ചു. കഴുകടോ എന്ത് നോക്കിക്കൊണ്ടിരിക്കണോ? വണ്ടി ചെറിയ കയ്യിൽ അതാണ്. നമ്മൾ പോകാൻ പോകുന്ന ഇച്ചിരി മലയാളത്തിൽ ഇച്ചിരി അറിയായിരിക്കും. അറിയത്തില്ല അറിയില്ല. സ്ഥലം തന്നെ ഇത് തന്നെ ഇതിട്ട് കറക്കാനാണോ? ABS ഓഫ് ചെയ്ത് ബാക്കിലോട്ട് തുറച്ചിട്ട് ട്രാക്ഷൻ കൺട്രോൾ വേണ്ട. ട്രാക്ഷൻ കൺട്രോൾ അടവാക്കി ഇപ്പം അത്ര ഇതൊന്നും ഇപ്പം ഇങ്ങനെ ട്രാക്ഷൻ കൺട്രോളൊക്കെ ഇല്ല. ചെറിയ ടോണക്സിനൊക്കെ ട്രാക്ഷൻ കൺട്രോൾ നോക്കി സ്മോക്ക് ഒന്ന് ഹൈഡ് ചെയ്യട്ടെ നമുക്ക്.
ക്രൂസ് കൺട്രോളിലിട്ട ഇങ്ങനെ ക്രൂസ് കൺട്രോൾ ഡ്രിഫ്റ്റിംഗ് ഇസ് വെരി ഹാർഡ്. ഇപ്പോൾ വീഡിയോ ഇച്ചിരി ലോങ് ആയിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ വീഡിയോ ഇപ്പോൾ തീർക്കുകയാണ്. സോ ടാറ്റ, ബൈ ബൈ, ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്.